എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് കോട്ടയം ഡി സി പ്രസിഡന്റ് നാട്ടാം സുരേഷാണ്. തന്നിരിക്കുന്ന കുറിപ്പിൽ എം പിമാർക്കുള്ള കുറിപ്പെന്നതിൽ അല്ല പത്ര കുറിപ്പെന്നുള്ളതാണ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. സ്ഥിതി അതൊന്ന് തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ഡിബേറ്റ് നടക്കുകയുണ്ടായി. 2 ദിവസം ലോക്സഭയിലും 2 ദിവസം രാജ്യസഭയിലുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടന്നത്. ഇത് ഈ ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഭരണഘടന ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുള്ള പുരോഗതിയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചത്, പ്രത്യേകിച്ചും ലോക്സഭയുടെയും രാജ്യസഭയുടെയും കാര്യോപദേശ സമിതിയിൽ ഉന്നയിച്ചത് കോൺഗ്രസ്സാണ്. രാജ്യസഭയിലെ കാര്യോപദേശ സമിതിയിലെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്, അദ്ദേഹമാണ് ചെയർമാൻ. ലോക്സഭയിൽ സ്പീക്കറാണ് ചെയർമാൻ. ഈ 2 ചെയർമാനും, രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയായ ചെയർമാനും ലോക്സഭയിൽ സ്പീക്കറും അധ്യക്ഷത വഹിച്ച കാര്യോപദേശ സമിതിയിൽ കോൺഗ്രസ് അംഗങ്ങളാണ് ഈ ചർച്ച വേണം എന്ന് ആവശ്യപ്പെട്ടത്. അത് ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് തീരുമാനിച്ചത്. അതിൻ്റെ ലോക്സഭയിലെ ചർച്ച കഴിഞ്ഞാണ് പിറ്റേ ദിവസമാണ് ലോക്സഭയിലെ ചർച്ച പൂർത്തിയാക്കിയതിന് ശേഷമാണ് രാജ്യസഭയിൽ ചർച്ച നടന്നത് ഭരണഘടനയുടെ 75ാം വാർഷികത്തെ സംബന്ധിച്ച്. രാജ്യസഭയിൽ നടന്ന ചർച്ചയുടെ അവസാനം പ്രസംഗിച്ചത് മറുപടിയായിട്ടല്ല, കാരണം ഇതൊരു മോഷനായിട്ടല്ല മൂവ് ചെയ്തത്. സാധാരണ മോഷൻ മൂവ് ചെയ്യുമ്പോൾ മൂവറാണ് മറുപടി പറയേണ്ടത്. ഇതങ്ങനെ ഒരു മോഷനായിട്ടല്ല, ചർച്ച ഡയറക്റ്റ് തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ ലോക്സഭയിൽ ചർച്ചയ്ക്ക് അവസാനം പ്രസംഗിച്ചത് പ്രധാനമന്ത്രിയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പ്രസംഗിച്ചത്. എന്നാൽ രാജ്യസഭയിൽ അവസാനം പ്രസംഗിച്ചത് അമിത്ഷാ ആയിരുന്നു, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് വളരെ വിവാദമായത്. വിവാദമെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും നമ്മളാരും പ്രതീക്ഷിക്കാത്ത, അതുപോലെ തന്നെ ഒരു കേന്ദ്ര മന്ത്രിയിൽ നിന്ന്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന്, കൂടാതെ BJPയുടെ രണ്ടാമൻ, അതായത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമനെന്ന് പരിഗണിക്കപ്പെടുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മാത്രമല്ല അംബേദ്കറോടുള്ള അവഹേളനവും, ഇന്ത്യൻ ഭരണഘടനയെ തയ്യാറാക്കിയ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. ഒരിക്കലും ഒരു ഭരണാധികാരിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് നടത്തിയത്. ഇത് സംബന്ധിച്ച് ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അംബേദ്കർ എന്ന് ആവർത്തിച്ച് പറയുന്നത് പ്രതിപക്ഷത്തിനൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അതിന് പകരം അവർ ദൈവത്തെ വിളിച്ചാൽ, അല്ലെങ്കിൽ ദൈവനാമം ഉരുവിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ അംബേദ്കർക്ക് പകരം ദൈവമേ 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 എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് ജന്മം കിട്ടും, മോക്ഷം കിട്ടും, അല്ലെങ്കിൽ മോക്ഷം കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ഒരു അംബേദ്കറെ പോലെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറില്ല, ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്ന, ജാതി മത ഭേദമന്യേ ആരാധിക്കുന്ന പ്രഗത്ഭനായ ഭരണഘടനാ പണ്ഡിതൻ, അതോടൊപ്പം തന്നെ പ്രഗത്ഭനായ ഇന്ത്യയുടെ ആദ്യത്തെ നിയമകാര്യമന്ത്രി, അതോടൊപ്പം നമുക്കെല്ലാവർക്കും ഒരേ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ നിലയിൽ നമ്മളെല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെക്കുറിച്ച് ഇന്ത്യയുടെ ഒരു ആഭ്യന്തരമന്ത്രി ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ പ്രധാനമന്ത്രി ചെയ്തത് എന്താണ്? പ്രധാനമന്ത്രി ചെയ്തത് അമിത്ഷായുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ശക്തമായ എതിർപ്പും പ്രതിഷേധവും രാജ്യത്തൊട്ടാകെ ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി അമിത്ഷായ്ക്ക് അനുകൂലമായി എക്സിൽ ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എക്സിൽ എന്നുവെച്ചാൽ അമിത്ഷാ പറഞ്ഞതിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. അമിത്ഷാ പറഞ്ഞത് ന്യായീകരിച്ചുകൊണ്ട് അമിത്ഷായുടെ പ്രസംഗത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി എക്സിൽ പ്രതികരിച്ചത്. അപ്പോൾ പ്രധാനമന്ത്രി തൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, അതും ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെ അപമാനിച്ചത് അത് തിരുത്തണം അല്ലെങ്കിൽ എന്നുള്ള
തിരുത്തിപ്പിക്കാൻ തയ്യാറാകാതെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് മാപ്പ് പറയണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, മാപ്പ് പറയുക മാത്രമല്ല, അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കണം. അമിത്ഷാ രാജിവെച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തെ മന്ത്രി സ്ഥാനത്ത് നീക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഇത് മൂന്നും പ്രധാനമന്ത്രി അംഗീകരിച്ചില്ല. ഈ മൂന്ന് ആവശ്യങ്ങളും അമിത്ഷായും അംഗീകരിക്കാൻ തയ്യാറായില്ല.